പീരുമേട് പുല്ലുപാറ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം ഉണ്ടാകണമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ദീർഘദൂര സർവീസിന് ഉപയോഗിക്കാൻ കഴിയാത്ത ബസ് ഓടിച്ചതാണ് അപകട കാരണം. അതിനാൽ അപകടത്തിന് ഉത്തരവാദി ബന്ധപ്പെട്ട വകുപ്പാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പദ്ധതി തയ്യാറാക്കി നിൽക്കുന്നൊരു പാതയാണ്, ദേശീയപാതയാണ്. NH-183 കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള പ്രദേശം. പ്രത്യേകിച്ചും ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെ പ്രീ ക്യാപിറ്റൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ പുതിയ അലൈൻമെൻറ്റിന് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ സമയബന്ധിതമായി തന്നെ ആ റോഡിൻ്റെ വികസനം പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തയ്യാറാവേണ്ടതാണ്. അതിന് വേണ്ടിയതായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ആ റോഡിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നത്തെ ആക്സിഡൻറ്റിന് കാരണം ബസ്സിന് ബ്രേക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് KSRTC ആണ്. ഐഷർ വാഹനം ഒരിക്കലും ഇത്തരത്തിലുള്ള ദീർഘദൂര ഓട്ടത്തിന് പറ്റുന്നതല്ല എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ അശോക് ലൈലാൻഡിൻ്റെ വാഹനം ഉപയോഗിക്കേണ്ടടുത്ത് ഐഷറിൻ്റെ വാഹനം ഉപയോഗിച്ച്, ബ്രേക്കില്ലാത്ത ഒരു വാഹനം ഉപയോഗിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയ ആളുകൾ അതിനകത്ത് മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനകത്ത് ഇന്നുണ്ടായ ആ ഒരു അത്യാഹിതം വലിയ ഭീകരമായ ഒരു ആക്സിഡൻ്റായി ഒരുപക്ഷെ ഇത് തന്നെ വലിയ ഭീകരതയാണ്. നമുക്ക് 4 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു, അതിന് പകരം വെക്കാനൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ചെങ്കുത്തായ പ്രദേശത്ത് വളരെ ഭീകരമായ ഒരു ആക്സിഡൻറ്റിനും സാധ്യതയുണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വന്ന വീഴ്ച സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക തന്നെ വേണം.